ഞാൻ സാർ ഇതിൽ ചെയ്തിട്ടുള്ള കുറേ വീഡിയോകൾ, പല ചാനലിലായിട്ട് ചെയ്തിട്ടുള്ള പല വീഡിയോകളും കണ്ടിരുന്നു. അതിൽ ചർച്ച ചെയ്യപ്പെടാത്ത എന്നാണ് എനിക്ക് തോന്നുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് എടുത്ത് ചോദ്യങ്ങളായിട്ട് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ചോദിക്കാം എന്ന് വിചാരിക്കുന്നത് സാർ CP-യെ പറ്റിയിട്ടാണ്. സാർ CP പൊതുവേ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നിഷ്ഠൂരനും ഒരുപക്ഷെ ക്രൂരനും ഒക്കെ ആളായിട്ടും, എന്നാൽ അതേസമയം തന്നെ വളരെ ദിഷ്ണാശാലിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടും ഒക്കെ പല രൂപത്തിലും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. സാറിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ആരാണ്? ഒരു ഒരു നിഷ്ഠൂരനാണോ അതോ ഒരു ദിഷ്ണാശാലിയായ ഒരു ഭരണാധികാരിയാണോ? രണ്ടുമാണ്. ധിഷണാശാലിയായ ഭരണാധികാരിയാണ്, അതുപോലെ തന്നെ അതിക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയുമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വ്യക്തിയെ കറുപ്പും വെളുപ്പും കൂടി ചേർന്നതാണെന്ന് ഓർത്തിരിക്കണം. അല്ലാണ്ട് വെളുപ്പ് മാത്രമായിട്ടോ കറുപ്പ് മാത്രമായിട്ടോ കാണേണ്ടതില്ല. CP രാമസ്വാമി അയ്യർ ദിവാനായിരുന്ന കാലത്ത് തിരുവനന്തപുരത്തെ ആർട്സ് കോളേജിലും അല്പകാലം വിമൻസ് കോളേജിലും അധ്യാപികയായിരുന്ന ഓവർകിർക്ക് എന്ന വിദേശ വനിത, പാശ്ചാത്യ വനിത, പിൽക്കാലത്ത് അദ്ദേഹത്തെ പറ്റി അല്ല, അവരുടെ തിരുവിതാംകൂർ വാസകാലത്തെ പറ്റി ഒരു പുസ്തകം എഴുതി. അപ്പൊ ആ പ്രശസ്തമായ പുസ്തകത്തില് അവര് CP രാമസ്വാമി അയ്യരെ അനുസ്മരിക്കുന്നത് എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയുടെ കാര്യത്തിൽ, ഭരണ സാമർഥ്യത്തിന്റെ കാര്യത്തിൽ താരതമ്യങ്ങളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. അതേ ശ്വാസത്തിൽ അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അധികാരം എന്ന് പറയുന്നത് അത് CP-യെ അത് ലഹരി പിടിപ്പിക്കുന്ന ഒന്നായിരുന്നു. അപ്പൊ രണ്ടും കൂടി ചേർന്നതാണ് CP രാമസ്വാമി അയ്യർ. പക്ഷേ മാറി നിന്ന് നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിക്കുന്നവരല്ല. അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിച്ചിരുന്ന കാലത്ത് ചിന്താശീലരായിട്ടുള്ള മലയാളികൾക്ക് അനുഭവപ്പെട്ട ശ്വാസം മുട്ടൽ ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ മർദ്ദകനായ CP-യെ ഒന്ന് മാപ്പ് കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് മറക്കും, അല്ലെങ്കിൽ ആ CP-യോടുള്ള ആ നമ്മുടെ പ്രതികരണം അല്പം ഒന്ന് മർദ്ദവപ്പെടുത്തും. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹം മർദ്ദകനായിരുന്നില്ല എന്ന് അർത്ഥമാക്കേണ്ടതില്ല. തീർച്ചയായിട്ടും. അതുപോലെ സാറിൻ്റെ അവിടെ മറ്റൊരു ചോദ്യമുള്ളത് കുണ്ട്ര വിളംബരവും അതുപോലെ വേലുത്തമ്പി ദളവയുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. വേലുത്തമ്പി ദളവയെ പൊതുവെ ഒരു ക്രിസ്തീയ വിരുദ്ധനെന്ന് പൊതുവെ ആൾക്കാർ വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. അതിന്റെ വാസ്തവം എന്താണ്? സാറിന് അതൊന്ന് പറയാമോ? ഞാന് തിരുവിതാംകൂർ ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ എന്ന അധ്യായത്തിൽ കുണ്ടറ വിളംബരത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അത് വേണ്ടത്ര പര്യാപ്തമായില്ല. വളരെ സംക്ഷിപ്തമായിട്ടാണ് ഞാൻ കുണ്ടറ വിളംബരത്തെ പറ്റി പറഞ്ഞത്. എങ്കിലും അതിനകത്ത് പ്രധാനമായി ഞാൻ പറയുന്നത് കുണ്ടറ വിളംബരം വേലുത്തമ്പിയുടേതോ എന്നൊരു ചോദ്യചിഹ്നത്തോടു കൂടി കുറച്ചു കാര്യങ്ങളാണ് പറയുന്നത്. പുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി അതൊന്ന് വിശദമാക്കേണ്ടതായിട്ടുണ്ട്. 1809 ജനുവരി മാസം 11-ാം തീയതി ചെമ്പകരാമൻ വേലായുധൻ തമ്പി, അതാണ് വാസ്തവത്തിൽ വേലുത്തമ്പിയുടെ യഥാർത്ഥ നാമധേയം, കുണ്ടറയിൽ വെച്ച് നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുള്ള കുണ്ടറ വിളംബരം പിൽക്കാലത്ത് കരുതിക്കൂട്ടി തയ്യാറാക്കിയ ഒരു വ്യാജ നിർമ്മിതി ആകാം. ഇതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഞാനത് പറയുമ്പോൾ ഈ വേലുത്തമ്പിയെ ഒരു ധീര നേതാവായി ആരാധിക്കുന്ന ആളുകൾ, പുസ്തകം വായിക്കാത്തവർ പ്രത്യേകിച്ചും, അപ്പൊ കുണ്ടറ വിളംബരവുമായി അപ്പൊ വേലുത്തമ്പി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പൊരുതിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. രക്തസാക്ഷിയാകുവാൻ സന്നദ്ധനായി മുന്നോട്ട് വരികയും ഒരു സൈന്യത്തെ തന്നെ സംഘടിപ്പിക്കുകയും ആ സൈന്യം ദുർബലമാണെന്ന് അറിവുണ്ടായിട്ടും സുശക്തമായ സൈന്യത്തെ നേരിടാനായിട്ട് ആ സൈന്യത്തെ നയിക്കുകയും ചെയ്ത ധീര ദേശാഭിമാനിയാണ് വേലുത്തമ്പി.
ഞാൻ ആ വേലുത്തമ്പിയുടെ ദേശാഭിമാനത്തെ ഇകഴ്ത്തുവാൻ വേണ്ടിയല്ല, മറിച്ച് വേലുത്തമ്പിയുടെ പേരിൽ വ്യാജമായി ഇന്ന് പ്രചരിക്കുന്ന ആ വിളംബരത്തെ തുറന്നു കാട്ടാനാണ് ശ്രമിച്ചത്. ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്, അന്ന് രാജാവിന് മാത്രമേ വിളംബരം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. ദിവാന് അല്ലെങ്കിൽ ദളവയ്ക്ക് നീട്ടുകളാണ് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. അവിടെ തന്നെ ഇതൊരു വ്യാജ നിർമ്മിതിയാണെന്ന് നമുക്ക് മനസ്സിലാവും. കുണ്ടറ നീട്ട് എന്നായിരുന്നു വേലുത്തമ്പിയാണ് ഇത് പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ അതിന് പറയുമായിരുന്നത്. അതിന് പകരം കുണ്ടറ വിളംബരം എന്ന് പറയുകയാണ്. കുണ്ടറ വിളംബരം വേലുത്തമ്പി പുറപ്പെടുവിക്കുവാൻ വേലുത്തമ്പിക്ക് കഴിയുമായിരുന്നില്ല. കാരണം പേരിനാണെങ്കിൽ പോലും ബാലരാമവർമ്മ എന്ന ദുർബലനായ ഒരു ഭരണാധികാരി അന്ന് ഉണ്ട്. ആ ഭരണാധികാരിയെ വേലുത്തമ്പി ദളവ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. അദ്ദേഹം ദുർബലനാണെന്നറിയാം, അദ്ദേഹത്തിന്റെ ബലഹീനതകൾ എല്ലാം അറിയാം, പക്ഷെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ നീട്ടുകൾ തയ്യാറാക്കുന്നത് ഹജൂർ കച്ചേരി അല്ലെങ്കിൽ ഹുസൂർ കച്ചേരിയിൽ ഇരുന്നിട്ടാണ്. വേലുത്തമ്പി ഈ നീട്ട് പുറപ്പെടുവിക്കുന്ന സമയം, അതായത് 1809 ജനുവരി 1-ാം തീയതി അദ്ദേഹം കൊല്ലത്തുണ്ടായിരുന്നു. കൊല്ലത്തായിരുന്നു അദ്ദേഹത്തിന്റെ കച്ചേരി. അദ്ദേഹം ആ കച്ചേരിയിൽ ഇരുന്നു കൊണ്ടാണ് നീട്ട് പുറപ്പെടുവിക്കേണ്ടത്. അല്ലാതെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, എളമ്പള്ളൂർക്കാവ് എന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നത് കാൽപ്പനികമായ ഒരു ഭാവന മാത്രമാണ്. അത് സാധിക്കുകയില്ല. അത്ര അപരിഷ്കൃതമായ ഒരു നാടായിരുന്നില്ല തിരുവിതാംകൂർ. അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ആ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും മുകളിൽ രാജാവ്, ആ രാജാവിന്റെ താഴെയായിട്ട് ദളവ അല്ലെങ്കിൽ ദിവാൻ, ആ ദിവാന്റെ താഴെയായിട്ട് കാര്യക്കാരന്മാര്, ആ കാര്യക്കാരന്മാരുടെ സർവാധികാരിക്കാരന്മാർ, ആ സർവാധികാരിക്കാരന്മാരുടെ താഴെയായിട്ട് കാര്യക്കാരന്മാർ, ആ കാര്യക്കാരന്മാരുടെ താഴെയായിട്ട് പ്രവൃത്തിയാരന്മാർ. ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ മറികടന്നുകൊണ്ട് സ്വേച്ഛാധിപതിയായി ദളവയ്ക്ക് ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ പിന്നെ ആരാവും ഈ വിളംബരം പുറപ്പെടുവിച്ചത്? അത് പിൽക്കാലത്ത് ഭരണാധികാരിയായി ദളവയായി വന്ന ഉമ്മിണിത്തമ്പിയുടെ ഒരു സൃഷ്ടിയാണ്. ഈ ഉമ്മിണിത്തമ്പി എന്ന് പറയുന്ന ആള് വേലുത്തമ്പിയുടെ ആർച്ച് റൈവലാണ്. എവിടെയൊക്കെ ഒരു സന്ദർഭം കിട്ടുമോ അവിടെയെല്ലാം വേലുത്തമ്പിയെ ഇകഴ്ത്തുവാനും, വേലുത്തമ്പി കാണിച്ചതെല്ലാം തെറ്റുകളാണെന്നും, തെറ്റുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു വേലുത്തമ്പിയുടെ ഔദ്യോഗിക ജീവിതമെന്നും കാണിക്കുവാനുള്ള വ്യഗ്രതയിൽ ഈ ഉമ്മിണിത്തമ്പി തയ്യാറാക്കിയതാണ് ഈ വിളംബരം എന്നാണ് ഞാൻ പറയുന്നത്. അതിന് തെളിവായി 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത്, ഈ പടത്തലവന്മാരായിരുന്ന മാർത്താണ്ഡൻ ചെമ്പകരാമൻ, ഈ മാർത്താണ്ഡൻ ചെമ്പകരാമൻ അദ്ദേഹം സർവാധികാരിക്കാരാണ്. മറ്റൊരു സർവാധികാരിക്കാരനാണ് വർക്കല കൃഷ്ണൻ ചെമ്പകരാമൻ. ഈ 2 പേരും പിന്നീട് ബ്രിട്ടീഷുകാർക്ക് നടന്ന സംഭവങ്ങൾ സംക്ഷിപ്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എം രാജരാജവർമ്മ അതില് ഒന്ന് പ്രസിദ്ധീകരിച്ചു, മറ്റൊന്ന് കിഴക്കേമഠം ഗോവിന്ദൻ നായർ പ്രസിദ്ധീകരിച്ചു. ഈ 2 റിപ്പോർട്ടുകളിലും ഈ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി ദളവ ഒരു വിളംബരം നടത്തിയതായിട്ട് പറയുന്നില്ല. അവർ സത്യസന്ധമായി പറഞ്ഞു. എന്ന് വെച്ച് വേലുത്തമ്പി ആഹ്വാനം നടത്തിയില്ല എന്നല്ല. വേലുത്തമ്പി ആഹ്വാനം നടത്തിയത് അദ്ദേഹത്തിന്റെ സൈനിക മേലധികാരിയോടാണ്. ആ മേലധികാരികളില് മിക്കവാറും ആളുകൾ അദ്ദേഹത്തെ അനുസരിച്ചു. അപൂർവം ചില ആളുകള് അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ നിരാകരിക്കുകയും രണ്ടും സംഭവിച്ചു. ഇതൊക്കെ പിൽക്കാലത്തെ ഗവേഷണത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ കുണ്ടറ വിളംബരം എന്ന പേരിൽ ഇന്ന് പ്രചരിക്കുന്നത് വേലുത്തമ്പിയുടെ അല്ല എന്ന് പറയാൻ കാരണം.
ഈ വേലുത്തമ്പിയുടെ വിളംബരത്തിന്റെ ഒരു പ്രത്യേകത, അതിനകത്ത് അതൊരു ആന്റി ക്രിസ്ത്യൻ ആണ് എന്ന് എഴുതിയത് സാക്ഷാൽ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി മാത്രമല്ല, അനേകം ആളുകൾ അത് ഒരു ആന്റി ക്രിസ്ത്യൻ ആണ് ആ വിളംബരം എന്ന് പറയുന്നുണ്ട്. ഒരു ആന്റി ക്രിസ്ത്യൻ ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതിനകത്ത് പറയുന്നുണ്ട്, ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം വരികയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലെ കുരിശ് നാട്ടും. രണ്ട് പറയുന്നത്, ഇന്നത്തെ ജാതിഭേദത്തെ ഇല്ലാതെയാക്കും, താണജാതിക്കാര് മേൽജാതിക്കാരെ ആയിട്ട് സംയോഗത്തിൽ ഏർപ്പെടുകയും സങ്കര ജനത ഉണ്ടാവുകയും ചെയ്യും എന്ന രണ്ട് പറയുന്ന കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് വേലുത്തമ്പി ഒരു ക്രൈസ്തവ വിരുദ്ധനാണ് എന്ന് പറഞ്ഞത്. അനേകം എഴുത്തുകാർ പറഞ്ഞിട്ടുണ്ട്. MO ജോസഫ് നെടുങ്കുന്നം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അനേക ആളുകൾ. പക്ഷേ EMS നമ്പൂതിരിപ്പാട് കുണ്ടറ വിളംബരത്തിൽ ഈ പരാമർശം ഉണ്ടെങ്കിൽ പോലും വേലുത്തമ്പിയെ ന്യായീകരിച്ചു. ഞാനും അക്കാലത്തെ ഒരു ലേഖനത്തില് കുണ്ടറ വിളംബരത്തെ ന്യായീകരിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല്, ഒരു യുദ്ധത്തിലേക്ക് ജനങ്ങളെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ എക്സാജറേഷൻ, കുറച്ച് അതിശയോക്തികൾ ചേർക്കും. നമുക്ക് ഇന്നും അറിയാം, ഈ ബോർഡറിലെ അതിർത്തി പ്രദേശങ്ങളിൽ കഴിയുന്ന ടെന്റുകളിൽ കഴിയുന്ന പട്ടാളക്കാരോട് യുദ്ധത്തിന് പിറ്റേ ദിവസം പുറപ്പെടേണ്ടി വരുമ്പോൾ അവരുടെ ദേശാഭിമാനം ജ്വലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭൂതകാലത്തെ വീരപുരുഷന്മാരെ പറ്റിയൊക്കെ പറയും. അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഞാനും തെറ്റിദ്ധരിച്ചു. എന്നാൽ ഈ പറയുന്ന വർക്കല കൃഷ്ണൻ ചെമ്പകരാമന്റെയും അതുപോലെ മാർത്താണ്ഡൻ ചെമ്പകരാമന്റെയും വരിയോലകൾ വായിച്ചപ്പോഴാണ് ഇത് തെറ്റാണല്ലോ എന്ന് മനസ്സിലായത്. ഞാന് ഈ വേലുത്തമ്പിയെ പറ്റി അദ്ദേഹം ഒരു ക്രൈസ്തവ വിരുദ്ധനാണ് എന്ന് പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അദ്ദേഹം ഈ ശുചീന്ദ്രത്തിനടുത്ത് ഒരു ശുചീന്ദ്രത്തിൽ നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് ഒരു പള്ളി പണിയാനായിട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി രൂപീകരിച്ച് വന്ന അതിൻ്റെ സുവിശേഷകൻ ആവശ്യപ്പെട്ടു. അപ്പൊ ആവശ്യപ്പെട്ടപ്പോൾ വേലുത്തമ്പി പള്ളി പണിയുവാൻ അനുവാദം കൊടുത്തില്ല. അക്കാര്യവും ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കാറുണ്ട്. വാസ്തവത്തിൽ ആ സംഭവത്തിലെ നമ്മൾ ആ നാൾ വഴി ക്രമം കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ വേലുത്തമ്പി ഒരിക്കലും വേലുത്തമ്പിയെ പ്രകോപിപ്പിച്ചു ആ സുവിശേഷകൻ. താങ്കളുടെ മതം എന്താണ് എന്ന് വേലുത്തമ്പി ചോദിച്ചപ്പോൾ ആ സുവിശേഷകൻ പറഞ്ഞ മറുപടി, ഞാന് റെസിഡന്റിന്റെ മതമാണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഉദ്ധതനായ വേലുത്തമ്പി ആ മറുപടിക്ക് ചുട്ട മറുപടി തിരിച്ചു കൊടുക്കുകയാണ്. റെസിഡന്റിന്റെ മതമോ? അങ്ങനെ ഒരു മതത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിസ്തു മതത്തോട് വിദ്വേഷമുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അന്നത്തെ തിരുവിതാംകൂറിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതസഹിഷ്ണുതയുള്ള ഭരണാധികാരികളായിരുന്നു തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. ഒരു തരത്തിലുള്ള വിവേചനവും അന്യമതങ്ങളോട് അന്നൊരു ശരിക്കും പറഞ്ഞാൽ ഈ ധർമ്മരാജ്യം എന്നാണ് തിരുവിതാംകൂറിനെ കുറിച്ച് പറയുന്നത്. അതിനെ ധർമ്മം എന്നുള്ളതിന് എത്തിക്സ് അല്ലെങ്കിൽ ചാരിറ്റി എന്നൊന്നും അല്ല തർജിമ ചെയ്യേണ്ടത്. ധർമ്മം എന്ന് പറഞ്ഞാല് റിലിജിയൻ. അപ്പൊ തിരുവിതാംകൂർ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് റിലിജിയൻ ആണ്. അപ്പൊ ലാൻഡ് ഓഫ് റിലിജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് ഹിന്ദുമതമാണ്. അങ്ങനെ ഔദ്യോഗിക മതം ഹിന്ദുമതമായിട്ടുള്ള ഒരു പ്രിൻസിലി സ്റ്റേറ്റില് പള്ളി പണിയണമെങ്കിൽ, അതായത് പുതുതായി അന്യമത വിശ്വാസികളുടെ ഒരു ആരാധനാലയം പണിയണമെങ്കിൽ തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ അനുമതി ആവശ്യമാണ്.
ആ അനുമതിയാണ് ഈ പറയുന്ന ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലെ മിഷണറിയുടെ ആവശ്യം. ആ ആവശ്യത്തെ ആണ് വേലുത്തമ്പി അതിന് ചില വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടു. ആ വിശദീകരണങ്ങൾ നൽകുമ്പോഴാണ് അദ്ദേഹം അതിന് ഒരു ഔദ്ധിത്യത്തോടു കൂടി പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു വേലുത്തമ്പിക്കെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് പിൽക്കാലത്ത് ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ ചർച്ച് മിഷൻ സൊസൈറ്റി ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നത് ശരിയാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഒരുതരം നിസ്സംഗത പുലർത്തേണ്ടതാണ് എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കട്ടെ.